ശ്ശേ. എന്നാലും യാമിനി അമ്മയെ കൊണ്ട് അമ്മാവനോട് ഉള്ളതൊക്കെ പറയിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ അമ്മേ. അവളെ നമ്മൾ കരുതിയിരുന്നത് പോലെ ഒരു പൂച്ചക്കുഞ്ഞല്ല ദീപക്കെ. യാമിനി പഠിച്ച കള്ളിയാ. സംസാരിച്ചു നിൽക്കാനും മീനിനെ പോലെ വഴുതി പോകാനും അറിയാം. പക്ഷെ അവൾ ഉടനെ എന്റെ വലയിൽ വന്ന് വീഴും, അതുറപ്പാ. എടാ മോനെ, ഒരു വഴിയില്ലെങ്കിൽ മറ്റൊരു വഴി, ഏത് വഴിയിൽ കൂടി പോയാലും അവസാനം ലക്ഷ്യത്തിലെത്തണം. അത്രേ ഉള്ളൂ. ആരാമേ? ആ, ഇതവളാ, ആ രമ്യ. സി ഐ ഡിക്ക് പറയാൻ എന്തെങ്കിലും ഇൻഫർമേഷൻ കാണും. അമ്മ കോൾ എടുക്ക. ഹലോ. ഹലോ അംബിക മാഡം. എന്താ രമ്യ, എന്തെങ്കിലും ന്യൂസ് കിട്ടിയോ? നാണം കെടുവെന്ന് അറിയായിരുന്നിട്ടും ഞാനൊരു ട്രൈ നടത്തി. ഞാൻ കുറച്ച് ചിക്കൻ കറിയെ അമ്മയെ കൊണ്ട് ഉണ്ടാക്കിച്ച് അത് കൊടുക്കാനെന്ന വ്യാജേന രാജുവിന്റെ വീട്ടിനകത്തേക്ക് ചെന്നു. എന്നിട്ട് പണ്ടൊക്കെ ഈ പഴഞ്ചോറും അച്ചാറും കൂട്ടി ചോറ് തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന ഈ രാജുവിന്റെ വീട്ടുകാരെ രുചിയുള്ള കറി കൂട്ടി അത്താഴം കഴിക്കണമെങ്കിലേ ഈ ഞാൻ എന്തെങ്കിലും കൊണ്ട് കൊടുക്കണമായിരുന്നു. ഇപ്പൊ അവർക്കൊക്കെ എന്നോട് പുച്ഛം. ഞാൻ കൊണ്ടു കൊടുത്തിരുന്ന കറികളൊക്കെ മൂക്കുമുട്ട വെട്ടി വിഴുങ്ങിയിരുന്ന രാജുവിന്റെ ചേച്ചിക്കൊക്കെ ഇപ്പൊ വലിയ ഡിമാൻഡ്. അത് പോട്ടെ. പക്ഷേ ഞാൻ അവിടെ കയറി ചെന്നതുകൊണ്ട് എനിക്കൊരു കാര്യം അറിയാൻ പറ്റി. എന്താ? അവരെല്ലാവരും വ്രതത്തിലാണെന്ന്. വ്രതം എടുത്ത് നാളെ വീട്ടിൽ വെച്ച് എന്തോ നിവേദ്യം ഉണ്ടാക്കി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കാൻ പോവാണെന്ന്. അതത്ര വലിയ സംഭവമൊന്നുമല്ല. എന്നാലും നിന്റെ ഒരു ശ്രദ്ധ അവിടെ ഉണ്ടാവണം. എപ്പോഴാ എന്താ വീണ് കിട്ടുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ശരി അംബിക മാഡം. ഓക്കെ രമ്യ, ഗുഡ് നൈറ്റ്. ദീപകെ, രമ്യ മിടിക്കുക. അവളുടെ തലയിൽ മുഴുവൻ വളഞ്ഞ ബുദ്ധിയാ. രമ്യയോട് സംസാരിക്കുമ്പോഴേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള പഴയ എന്നെ തന്നെയാ എനിക്ക് ഓർമ്മ വരുന്നേ. അല്ല, അമ്മയ്ക്ക് വിശപ്പൊന്നുമില്ലേ? വല്ലതും കഴിക്കണ്ടേ?